ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. അമ്പൂർ ബിരിയാണി. ബിരിയാണി നമ്മൾ പല തരത്തിലുള്ളത് കേട്ടിട്ടുണ്ട്, ചിലരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഹൈദരാബാദി ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ഇങ്ങനെ ഒരുപാട് ബിരിയാണികളുണ്ട്. ഇത് അമ്പൂർ ബിരിയാണിയാണ്. ശരിക്കും നമ്മുടെ നോർമൽ ദം ബിരിയാണിനേക്കാളും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട് കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ലാത്ത ഒരാൾക്കും ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 കാശ്മീരി മുളക് പൊടിയല്ല, മുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു 4-5 എടുത്തിട്ടുണ്ട്. കാശ്മീരി തന്നെ വേണമെന്നില്ല, നോർമൽ മുളകായാലും മതി. അരി ഞാൻ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ചിക്കൻ ഞാൻ ജസ്റ്റ് ഒരു 1/2 കിലോ ചിക്കനെ എടുത്തിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും തേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്യണം എന്നില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച എണ്ണയിലിട്ടിട്ടൊന്നങ്ങ് എടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത് സവാള, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി അതുപോലെ തന്നെ പേസ്റ്റ് ആക്കണം എന്നില്ല, അരിഞ്ഞാൽ മതി. അത് മല്ലിച്ചപ്പ്, പുതിന. ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുളക്, അതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്, അതൊരു ഏകദേശം 2 ടീസ്പൂൺ മതി. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 ഏലക്കായ, 2-3 ഗ്രാമ്പൂ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ്, ചെറിയൊരു സവാളയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തീരെ ചെറുതാണ് എന്നുള്ളത്. പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചിയുടെ കൂടെ ഞാൻ 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അരിഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇഞ്ചി ആകുമ്പോൾ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കും, അപ്പോൾ ചതക്കിയാണ് നല്ലത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പോരാ എങ്കിൽ നമുക്ക് വീണ്ടും ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനിത് പെട്ടെന്നൊന്ന് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ്. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഏകദേശം 3 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം ആ മുളകിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും, അതൊന്ന് പോകണം എണ്ണയിൽ കിടന്നിട്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരക്കേണ്ടത്. പരമാവധി വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പിന്നെ അത് പണിയാവുക. കാരണം അത് ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ആ റോ ടേസ്റ്റൊക്കെ മാറി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തു. നന്നായിട്ട് പഴുത്തൊരു തക്കാളി, ഒരെണ്ണം മതി, ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്തു. മല്ലിച്ചപ്പ് ഒരു പിടി മതി. മല്ലിച്ചപ്പ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതിയെ നമ്മൾ പുതിന എടുക്കാവുള്ളൂ. പുതിന കുറച്ചൊന്ന് അധികമായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് പുതിന എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ 2 ടീസ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. നല്ല കട്ടി തൈരാണ്, ഒരുപാട് പുളിയുള്ളത് വേണ്ട. അതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു മുളകിൻ്റെ പേസ്റ്റ് ഇടുമ്പോൾ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ, ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, പുറമേ കാണുമ്പോൾ അത് നല്ല ചൂടുള്ള എണ്ണയിൽ എടുത്തത് കാരണം അങ്ങനെ തോന്നുകയാണ്. നന്നായിട്ട് വേവായിട്ടില്ല. അത് ബിരിയാണിയിൽ കിടന്നങ്ങ് അലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്
ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ഫ്രൈ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരി എത്ര എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ജീരകശാല അരിയാണ്. കഴുകി നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏലം, പട്ട, ഗ്രാമ്പൂ എല്ലാം നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. എന്നാൽ പോലും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരി എടുക്കുമ്പോഴല്ല വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എത്ര അരിയുണ്ടോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. മാത്രമല്ല ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടും ഉപ്പ് കുറവ് വരുന്നു തോന്നിയാൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാരണം അരിയിലേക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഇതാ ഏകദേശം ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വയ്ക്കുക. ഒരു കൂടിപ്പോയ 5 മിനിറ്റ്, 2-3 മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ ബിരിയാണി റെഡിയായി. ഇനി ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കുക. കാരണം ഒരുപാട് സമയം വഴറ്റണ്ടയോ അല്ലെങ്കിൽ ദം ചെയ്യണ്ടയോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് നെയ്യ് ആവശ്യമില്ല. നമ്മളാകെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചുള്ളൂ. ഒരു കബ്സയൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റൈലിൽ വെക്കാവുന്നൊരു സംഭവമാണ്. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിന്നെ തൈരോ അല്ലെങ്കിൽ റൈത്ത അല്ലെങ്കിൽ ചമ്മന്തി, ചട്നി എന്ത് വേണമെങ്കിലും ആവാം. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ ഈസി ആയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ ആദ്യം നെയ്ച്ചോറ് വയ്ക്കുക, പിന്നെ ദം ചെയ്യുക, അങ്ങനത്തെ പണികളൊന്നുമില്ല. ഈസി ആയിട്ട് ചെയ്യാം. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ അതുപോലെ റെസിപ്പി എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വിലയേറിയ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരും. താങ്ക്